ഇന്ത്യൻ ഫാമിലി ലോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്ന ടോപ്പിക്കാണ് സോഴ്സസ് ആൻഡ് സ്കൂൾസ് എന്ന് പറയുന്നത്. അതിൽ ഹിന്ദു ലോയിൻ്റെയും മുസ്ലിം ലോയിൻ്റെയും സോഴ്സസും സ്കൂൾസുമാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഹിന്ദു ലോയിൻ്റെ സോഴ്സസ് ആൻഡ് സ്കൂൾസാണ് പറയാൻ പോകുന്നത്. ഹിന്ദു ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാലമായിട്ട് നിലനിൽക്കുന്ന, ഒത്തിരി പഴക്കമുള്ള, ഒത്തിരി പാരമ്പര്യമുള്ള ഒന്നാണ്. അപ്പോൾ ഇത് ഇവോൾവ് ചെയ്ത് വന്നത് ഒത്തിരി മുനിമാരിൽ നിന്നും ഋഷിമാരിൽ നിന്നുമൊക്കെയാണ്. അവർ ഒത്തിരി തപസ് ചെയ്തും ഒത്തിരി ത്യാഗങ്ങളൊക്കെ സഹിച്ച് ദൈവത്തിനെ പ്രീതിപ്പെടുത്തി ദൈവമാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ പീരീഡ് മൂവീസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, ഒരു കൊട്ടാരം, അവിടുത്തെ രാജാവിന് കാര്യങ്ങളൊക്കെ ഉപദേശിക്കാനായിട്ട് ഒരു മുനി ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ആ മുനിയായിരിക്കും ഒരു യുദ്ധം വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ പരിഹരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ മുനിമാരും ഋഷിമാരും ഒക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളായിരുന്നു പണ്ട് കാലത്ത് ഹിന്ദു ലോ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സേജസ്, അതായത് മുനിമാർ പറയുന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് എയിം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സാൽവേഷനാണ്, അതായത് മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോക്ഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യണം? ഇവർ പറയുന്ന ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ച് ജീവിക്കണമായിരുന്നു, എങ്കിൽ മാത്രമാണ് മോക്ഷം കിട്ടുകയുള്ളൂ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് ജീവിതത്തിൽ മോക്ഷം കിട്ടണമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പറയുന്ന ഈ കാര്യങ്ങൾ അനുസരിക്കുകയും അതുവഴി സൊസൈറ്റിയിൽ ഒരു സമാധാനം വരികയും ചെയ്യും. അപ്പോൾ ഹിന്ദു ലോ പ്രകാരം ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് മോർട്ടലാണ്. മോർട്ടൽ എന്ന് പറഞ്ഞാൽ അത് മരിച്ചു പോകും. പക്ഷേ സോള്, നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇമ്മോർട്ടലാണ്, അതിന് മരണമില്ല. അപ്പോൾ നമ്മുടെ സോളിന്, ആത്മാവിന് മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുനിമാരൊക്കെ പറയുന്ന ലോയെല്ലാം അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അറ്റ് ദ എൻഡ് എന്താണ് സംഭവിക്കുന്നത്? ആളുകൾ ഈ മുനിമാരെല്ലാം പറയുന്ന നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് അതുവഴി സൊസൈറ്റിയിൽ ആളുകൾ തമ്മിൽ ഒരു സഹകരണവും സന്തോഷവും സമാധാനവും ഒക്കെ വരും, ഇല്ലേ? അപ്പോൾ അതായിരുന്നു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ സേജസ് ആൻഡ് സിയേഴ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന നിയമത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ധർമ്മശാസ്ത്ര എന്നായിരുന്നു. ഇന്ന് ഈ ധർമ്മശാസ്ത്രയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ച് ഒത്തിരി മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഹിന്ദു ലോ ആയിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഹിന്ദു ലോന് 2 ടൈപ്പ് സോഴ്സസ് ഉണ്ട്. ഒന്ന് ഏഷ്യൻ സോഴ്സസും 2 മോഡേൺ സോഴ്സസും. ഏഷ്യൻ സോഴ്സസിൽ വരുന്നതാണ് ശ്രുതീസ്, സ്മൃതീസ്, കമൻട്രീസ് ആൻഡ് ഡൈജസ്റ്റ്, കസ്റ്റം. മോഡേൺ സോഴ്സസിൽ വരുന്നതാണ് ജുഡീഷ്യൽ ഡിസിഷൻസ്, ലെജിസ്ലേഷൻ, ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കൺസൈൻസ്. നമുക്ക് ആദ്യം എന്താണ് ശ്രുതി എന്ന് നോക്കാം. ശ്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഹിയർ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹേർഡ്? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ സിയേഴ്സ് ആൻഡ് സേജസ് അവർ തപസ്സിരുന്ന് അവർക്ക് ദൈവം നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേട്ട കാര്യങ്ങൾ ഈ സേജസ് ആൻഡ് സിയേഴ്സ് എഴുതി വെച്ചു. അതായിരുന്നു ശ്രുതീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്രുതീസിനെ പറയുന്നത് ലാംഗ്വേജ് ഓഫ് ദ ഡിവൈൻ, അതൊരു ദൈവികമായ ഒരു ഭാഷ എന്നായിട്ടാണ് ശ്രുതീസിനെ കണക്കാക്കുന്നത്. അപ്പോൾ ശ്രുതീസിൽ മെയിനായിട്ട് വരുന്നത് വേദങ്ങൾ. നമുക്കറിയാം 4 വേദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 വേദങ്ങളാണ് ശ്രുതീസിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ വേദങ്ങളുടെ ഒരു ക്രക്സിനെയാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഉപനിഷത്തിൽ മെയിൻലി അടങ്ങിയിരിക്കുന്നത് ഫിലോസഫി ഓഫ് വേദാസ് ആണ്. അപ്പോൾ ഈ ഉപനിഷത്തും വേദയും കൂടി കൂടുന്നതാണ് ശ്രുതീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്മൃതീസ്. സ്മൃതി മീൻസ് വാട്ട് വാസ് റിമെമ്പേർഡ്. ശ്രുതി എന്ന് പറയുന്നത് ദൈവം നേരിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് കേട്ട സിയേഴ്സ് ആൻഡ് സേജസ് എഴുതി വെച്ചതാണ്. ഇനി ഈ സിയേഴ്സ് ആൻഡ് സേജസ് അത് അടുത്തൊരു പേഴ്സണ്, അവരുടെ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ അവരെ കേൾക്കാൻ വരുന്ന ആളുകൾക്കും ഒക്കെ പറഞ്ഞു കൊടുത്തല്ലോ ആയിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കേട്ട ആളുകൾ, അതായത് ഈ 3rd പേഴ്സൺസ് ഇതിനെക്കുറിച്ച് അവർ കേട്ടതും അവർ ഓർത്തു വെച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും തുടങ്ങി. അതിനെയാണ് സ്മൃതീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മൃതീസ് എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂമൻ ഒറിജിൻ ആണിത്. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ് ടു ബി റീകളക്ഷൻ ഓഫ് ഋഷീസ് ഹാൻഡ് ഡൗൺ ടു അസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഹിന്ദു ലോ. ഇനി 2 ടൈപ്പ് ഓഫ് സ്മൃതീസ് ഉണ്ട്. ഒന്ന് ധർമ്മസൂത്രാസും 2 ധർമ്മശാസ്ത്രാസും. ധർമ്മസൂത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ മാക്സിംസ് ആണ് വരുന്നത്, സൂത്രാസ്. ഈ ധർമ്മസൂത്രാസ് എഴുതിയത് സേജസും അതുപോലെ തന്നെ വേദിക് സ്കൂളിലെ ടീച്ചേഴ്സുമാണ് ഇരുന്നത്. അവരുടെ കുട്ടികളുടെ ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് അവരിത് ഉണ്ടാക്കിയത്. അതായത് വേദങ്ങളെ ബേസ് ചെയ്ത് തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഈ സൂത്രാസ് എന്ന് പറയുന്നതും. ഇതിനകത്ത് ഈ സൂത്രാസിൽ മെയിനായിട്ട് പറയുന്നത് ഒരു മെൻ അവൻ്റെ ജീവിതത്തിൽ
എന്തൊക്കെ ചെയ്യണം, അതായത് ഡ്യൂട്ടീസ് ഓഫ് എ മെൻ ഇൻ ദർ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ഇതിനെക്കുറിച്ചിട്ടാണ് ധർമ്മസൂത്രാസിൽ മെയിൻലി പറയുന്നത്. ഇനി ധർമ്മശാസ്ത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് പോയട്രി സംഭവങ്ങളാണുള്ളത്, ശ്ലോകാസ്. അതിനെ തന്നെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 1 ആചാര, 2 വ്യവഹാര, 3 പ്രായശ്ചിത്ത. ആചാര്യ റിലേറ്റിംഗ് ടു മൊറാലിറ്റിയാണ്, വ്യവഹാര റിലേറ്റിംഗ് ടു സിവിൽ ലോ ആണ്, അതുപോലെ പ്രായശ്ചിത് റിലേറ്റഡ് ടു പീനൽ പ്രൊവിഷൻസ് ഫോർ ദ കമ്മീഷൻ ഓഫ് എ റോങ്. എന്താണ് ശിക്ഷ, ഒരാളൊരു തെറ്റ് ചെയ്ത എന്താണ് ശിക്ഷ, ഇതാണ് പ്രായശ്ചിത്തയിൽ പറയുന്നത്. അപ്പോൾ ഹിന്ദു ലോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മൃതികൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, നാരദ സ്മൃതി, ഇതൊക്കെയാണ്. ഇത് കൂടാണ്ട് വേറെ സ്മൃതികളുണ്ട്, പക്ഷേ ഇത് 3 ഏറ്റവും പ്രധാനപ്പെട്ട സ്മൃതികളായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത സോഴ്സ് എന്ന് പറയുന്നതാണ് കമൻറ്ററീസ് ആൻഡ് ഡൈജസ്റ്റ്. അതായത് സൊസൈറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും കൂടി വരാൻ തുടങ്ങി. ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അതിനൊരു പരിഹാരം തേടി ഇവർ ശ്രുതീസ് ആൻഡ് സ്മൃതീസ് നോക്കുമ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ശ്രുതീസും സ്മൃതീസും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ അല്ലെങ്കിൽ ഇതുമായിട്ട് സിമിലർ ആയിട്ടൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ശ്രുതീസ് ആൻഡ് സ്മൃതീസിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാനും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനും തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർപ്രിട്ടേഷനെയാണ് നമ്മൾ ഈ കമൻറ്ററീസ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കമൻറ്ററി എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്മൃതിനെ എടുത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് കമൻറ്ററീസ്. എന്നാൽ ഡൈജസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സ്മൃതീസിൽ നിന്നുള്ള മെറ്റീരിയൽസും എടുത്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമൻറ്ററീസിലും ഡൈജസ്റ്റിലും പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഏത് ഇൻ്റർപ്രിട്ടേഷൻ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനും സ്വാഭാവികമായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് 2 കമൻറ്ററീസ് ആയിരുന്നു പ്രധാനമായിട്ട് നിലവിൽ നിന്നിരുന്നത്. 1 ദായഭാഗ്യം, 2 മിതാക്ഷരിയായിരുന്നു. അപ്പോൾ ഈ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഏതെടുക്കണം എന്നുള്ള പ്രശ്നം വന്നപ്പോൾ 2 സ്കൂളായിട്ട് ഈ ഹിന്ദു ലോ തിരിഞ്ഞു. അത് ഒരു സ്കൂളാണ് മിതാക്ഷര സ്കൂളും 2 ദായഭാഗ സ്കൂളും. ഇതിനകത്ത് മിതാക്ഷര സ്കൂൾ ഫോളോ ചെയ്തത് മിതാക്ഷര എന്ന കമൻട്രിയും ദായഭാഗ സ്കൂൾ ഫോളോ ചെയ്തത് ദായഭാഗയുടെ കമൻട്രിയാണ്. ഈ മിതാക്ഷര സ്കൂളാണ് ഓൾ ഓവർ ഇന്ത്യ നിലനിൽക്കുന്നത്. എന്നാൽ ദായഭാഗയാണെന്നുണ്ടെങ്കിൽ മെയിൻലി കാണുന്നത് ബംഗാൾ, ഒറീസ പോലെയുള്ള ഭാഗങ്ങളിലാണ്. അടുത്ത സോഴ്സാണ് കസ്റ്റം എന്ന് പറയുന്നത്, അതായത് ആചാരങ്ങൾ. Customs is a type of practice that is under the continuous observation of the people and has been followed by the people. അതായത് കുറച്ച് ആളുകളോ അല്ലെങ്കിൽ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിലുള്ള ആളുകളോ അവരെന്തെങ്കിലും രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചു പോരുന്നുണ്ടാവുമായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് അവരത് പാലിച്ചു പോരുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഈ കസ്റ്റംസ് അല്ലെങ്കിൽ ആചാരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹിന്ദു മാരേജ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആചാരങ്ങളുണ്ട്. ഒന്നാണ് താലി എന്ന് പറയുന്നത്. അതുപോലെ കല്യാണത്തിൻ്റെ സമയത്ത് ഈ അഗ്നിക്ക് ചുറ്റും നടക്കുന്ന സപ്തപടി എന്ന് പറയുന്നത് ആചാരം. പിന്നെ കൈ പിടിച്ച് ഏൽപ്പിക്കുക, പുടവ കൊടുക്കുക, ഇതൊക്കെ ആചാരങ്ങളാണ്. അതായത് ഒരു കല്യാണം നടത്തുമ്പോൾ ഉള്ള ആചാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പാലിച്ചു പോരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ പാലിച്ച് പിന്നെ അത് ആ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ ആളുകളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ കസ്റ്റംസ് എന്ന് പറയുന്നത്. ഈ കസ്റ്റംസ് തന്നെ 2 കാറ്റഗറി ഉണ്ട്. 1 ലീഗൽ കസ്റ്റംസും 2 കൺവെൻഷണൽ കസ്റ്റംസും. ലീഗൽ കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലോയുടെ ഒരു എൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ ഒരു സാങ്ഷനും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ലോ പറയുകയാണ് ഈ പറയുന്ന കസ്റ്റം ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ അത് ഇൻവാലിഡായിട്ട് മാറുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളിഗമസ് മാരേജ് ഹിന്ദു മാരേജ് ആക്ട് വരുന്നതിന് മുന്നേ ഹിന്ദുസിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ ആക്ട് വന്നതിന് ശേഷം എന്താണ്, അങ്ങനെ ഒരു കസ്റ്റം ഇല്ലീഗലായിട്ട് മാറുകയാണ്. സതിയും ഇതുപോലെ തന്നെ ലോ ബാൻ ചെയ്തു. ആ ടൈം മുതൽ സതിയും ഇല്ലീഗലായിട്ട് മാറുകയാണിരുന്നത്. അതുപോലെ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഗൽ കസ്റ്റംസ്. ഫസ്റ്റ് വൺ ആണ് ലോക്കൽ കസ്റ്റം. ലോക്കൽ കസ്റ്റം എന്ന് പറയുമ്പോൾ അത് ലോക്കലി മാത്രം പാലിച്ചു പോരുന്നവരായിരിക്കും. കുറച്ച് ആളുകൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് പ്രദേശത്തുള്ള ആളുകൾ മാത്രമോ പാലിച്ചു പോരുന്ന ഒന്നായിരിക്കും. ചില കസ്റ്റംസ് ഇപ്പോൾ ഈ തിരുവാതിര നൊയമ്പ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമായിരിക്കാം ഒരു പക്ഷേ അതുണ്ടാവുന്നത്. അതുപോലെ ഈ കർവ ചൗത്ത് എന്ന് പറയുന്നത് അത് ഈ നോർത്ത് ഇന്ത്യസിലൊക്കെ കാണുന്ന ഒരു കസ്റ്റമാണിരുന്നത്. അപ്പോൾ അങ്ങനെ ലോക്കലി മാത്രം പാലിച്ചു പോരുന്ന കസ്റ്റംസും ഉണ്ട്. അടുത്തതാണ് ഫാമിലി കസ്റ്റംസ്. അതായത് ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും അങ്ങനെയുള്ള കസ്റ്റംസ്. അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടേതായ രീതികളുണ്ടാവും. ആ രീതിയിൽ ചെയ്യുന്നതാണ് ഫാമിലി കസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെയുള്ളൊരു കസ്റ്റം ആ ഫാമിലിയിലെ മെമ്പേഴ്സിന് മാത്രമായിരിക്കും ബൈൻഡിങ് ആയിരിക്കുക.
ഇനി അടുത്തതാണ് ജനറൽ കസ്റ്റം എന്ന് പറയുന്നത്. ജനറൽ കസ്റ്റത്തിന് കുറച്ചും കൂടെ വൈഡായിട്ടുള്ളൊരു റെക്കഗ്നീഷൻ ഉണ്ടാവും, കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ താലി എന്ന് പറയുന്നത്, താലി അതൊരു കസ്റ്റമാണിരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒത്തിരി ഒരുവിധപ്പെട്ട ഇന്ത്യയിലുള്ള എല്ലാ ഹിന്ദുസും പാലിച്ചു വരുന്നു. നോർത്ത് ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എങ്കിൽ പോലും സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും തന്നെ പാലിച്ചു പോരുന്ന ഒരു കസ്റ്റത്തിൽപ്പെട്ടതാണ് ഈ താലി എന്ന് പറയുന്ന ട്രഡീഷൻ. ഇനി അടുത്ത് കൺവെൻഷണൽ കസ്റ്റംസ് ആണ്. അതായത് കുറച്ച് ആളുകൾ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ഓക്കെ നമുക്ക് ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനമെടുത്ത് അവർ ഒരു കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. ഇതിനെയാണ് നമ്മൾ കൺവെൻഷണൽ കസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെയുള്ള കൺവെൻഷണൽ കസ്റ്റംസ് കണ്ടീഷണൽ ആയിരിക്കും, എന്തെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് മുമ്പോട്ടും പോകുന്നത്. ഇനി ഈ കസ്റ്റത്തിന് ഒരു റെക്കഗ്നിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഫോളോ സർട്ടൈൻ എലമെൻറ്റ്സ്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ആയിരിക്കണം. ഒരു കസ്റ്റം എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ആയിരിക്കണം, അത് കണ്ടിന്യൂസ് ആയിരിക്കണം, സർട്ടൈൻ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം, മൊറയിലായിരിക്കണം, അത് മൊറാലിറ്റിക്ക് എതിരാവാൻ പാടില്ല. ദെൻ നോട്ട് എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി ആയിരിക്കണം, നോട്ട് എഗെയിൻസ്റ്റ് എനി ലോ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു കസ്റ്റത്തിന് അതിന് വേണ്ട റെക്കഗ്നിഷൻ കിട്ടുള്ളൂ. അടുത്തത് ലെജിസ്ലേഷൻ ഒരു മോഡേൺ സോഴ്സസ് ഓഫ് ഹിന്ദു ലോയാണ്. ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആക്ട്, സ്റ്റാറ്റ്യൂട്ട് ഓഫ് പാർലമെൻറ്റ് ഇതെല്ലാം തന്നെ വരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലെജിസ്ലേഷൻ വഴി വന്നിരിക്കുന്ന ഹിന്ദു ലോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒത്തിരി ഉണ്ട്. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ ഹിന്ദു മാരേജ് ആക്ട് 1955, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട്, അങ്ങനെ നിരവധി നിയമങ്ങൾ ഹിന്ദു ലോയിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത മോഡേൺ സോഴ്സസ് ഓഫ് ഹിന്ദു ലോയാണ് ജുഡീഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഹിന്ദു ലോയിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ കോർട്ടിനെ അപ്രോച്ച് ചെയ്യും. കോർട്ട് അതിൻ്റെ മെറിറ്റ്സ് നോക്കിയിട്ട് അതിലൊരു ഡിസിഷൻ പറയുമായിരുന്നു. അപ്പോൾ ആ ഡിസിഷൻ പിന്നീട് ഹിന്ദു ലോയിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഭാഗമായി മാറിക്കഴിഞ്ഞുമ്പോൾ ഫ്യൂച്ചറിലും സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജുഡീഷ്യൽ ഡിസിഷൻ അവിടെ ബൈൻഡിങ് ആയിരിക്കും. സോ ജുഡീഷ്യൽ ഡിസിഷൻസ് ആർ കൺസിഡർഡ് ടു ബി അതോറിറ്റേറ്റീവ് ആൻഡ് ബൈൻഡിങ്. അടുത്ത സോഴ്സാണ് ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കൺസൈൻസ് എന്ന് പറയുന്നത്. അതായത് നീതിപൂർവ്വം ഒരു തീരുമാനം എടുക്കുക. അതായത് ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ ഒരു ഡിസ്പ്യൂട്ട് വരുവാണ്. കോടതി നോക്കുമ്പോൾ നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമവും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഈ ഡിസ്പ്യൂട്ട് ഫിക്സ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കോടതി എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കൺസൈൻസ് എന്നുള്ള പ്രിൻസിപ്പിളാണ്. നീതിപൂർവമായിട്ട് ഒരു തീരുമാനം എടുക്കും. ആൻഡ് ദിസ് റൂൾ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫെയറസ്റ്റ് ആൻഡ് റീസണബിൾ ഓപ്ഷൻ അവൈലബിൾ ടു എ പേഴ്സൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഴ്സസ് ഓഫ് ഹിന്ദു ലോയിൽ വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്കൂൾസ് ഓഫ് ഹിന്ദു ലോയാണ്. ഇതും നമ്മൾ മുന്നേ പറഞ്ഞിരുന്നതാണ്, മിതാക്ഷര, ദയഭാഗ സ്കൂളുകളെ കുറിച്ചിട്ട്. ഇതിനകത്ത് ഫസ്റ്റ് വൺ മിതാക്ഷരയാണ്. മിതാക്ഷരയുടെ മെയിൻ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ മെയിൻ ആൾ എന്ന് പറയുന്നത് വിജ്ഞാനീശ്വറാണ്. ഈ മിതാക്ഷര എന്ന് പറയുന്നത് ഇറ്റ്സ് എ റണ്ണിങ് കമൻട്രി ഓൺ ദ സ്മൃതി ഓഫ് യാജ്ഞവൽക്യയാണ്. അതുപോലെ മിതാക്ഷര ഈസ് ആപ്ലിക്കബിൾ ഓൾ ഓവർ ഇന്ത്യ എക്സെപ്റ്റ് ബംഗാൾ ആൻഡ് ആസാം. കാരണം ബംഗാൾ ആൻഡ് ആസാമിൽ നിലനിൽക്കുന്ന ദയഭാഗ സ്കൂളാണ്. ദയഭാഗ സ്കൂളിൻ്റെ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് ജീമുദ വാഹനയാണ്. ഇറ്റ്സ് നോട്ട് എ കമൻട്രി ഓൺ എനി പെർട്ടിക്കുലർ കോഡ് ബട്ട് പ്രൊഫേഴ്സ് ടു ബി എ ഡൈജസ്റ്റ് ഓഫ് ഓൾ ദ കോഡ്സ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് മെയിൻലി നിലനിൽക്കുന്നത് ആസാം ആൻഡ് ബംഗാളിലാണ്. ഇനി ഈ മിതാക്ഷര സ്കൂളുകളെ വീണ്ടും 5 സബ് സ്കൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വരുന്നതാണ് ബനാറസ് ഹിന്ദു ലോ സ്കൂൾ, മിഥില ലോ സ്കൂൾ, മഹാരാഷ്ട്ര ലോ സ്കൂൾ, പഞ്ചാബ് ലോ സ്കൂൾ, ദ്രാവിഡ ആൻഡ് മദ്രാസ് ലോ സ്കൂൾ. അതായത് ഓരോ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്കൂളുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ മോഡേൺ ഹിന്ദു ലോയിൽ എല്ലാത്തിനും കോഡിഫൈഡ് ലോ ഉണ്ട്. ഹിന്ദു മാരേജിന് ഒരു കോഡിഫൈഡ് ലോ ഉണ്ട്, അഡോപ്ഷനെ സംബന്ധിച്ച്, മെയിൻ്റനൻസിനെ സംബന്ധിച്ച് എല്ലാത്തിനും കോഡിഫൈഡ് ലോ ഇപ്പം നിലനിൽക്കുന്നതുകൊണ്ട് ഈ സ്കൂളുകൾക്ക് അത്ര വലിയ റെലവൻസ് ഒന്നും നിലവിലില്ല. പക്ഷേ റെലവൻസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അൺകോഡിഫൈഡ് ആയിട്ട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക നിയമങ്ങളോ ലെജിസ്ലേഷൻസോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അവർ അപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന മിതാക്ഷര ആൻഡ് ദയഭാഗ സ്കൂളുകളിൽ വരുന്ന കമൻട്രീസും ഡൈജസ്റ്റുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഴ്സസ് ആൻഡ് സ്കൂൾസ് ഓഫ് ഹിന്ദു ലോയിൽ വരുന്നത്.